അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഇല്ലാതാക്കാനുള്ള മാർഗമെന്താണ്? ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനും ഹദീസുകളും മഹാന്മാരായ നമ്മുടെ മുൻഗാമികളൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണങ്ങളെ നിയോഗിക്കുന്നത് പ്രധാനമായും പ്രമാണങ്ങൾ പറഞ്ഞത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അതിലൊന്നാമത്തെ കാരണം, അള്ളാഹു ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും. അള്ളാഹു ഒരു ജനവിഭാഗത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പരീക്ഷിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബു മിൻഹു. ഒരാളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് മുസീബത്തുകൾ, ഒരുപാട് പരീക്ഷണങ്ങൾ അവൻ നേരിടേണ്ടി വരും. ഈ അർത്ഥത്തിലാണ് മഹാന്മാരായ പ്രവാചകന്മാർക്ക്, സ്വാലിഹീങ്ങൾക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുമ്പോൾ, സഹിക്കുമ്പോൾ, അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുമ്പോൾ നാളെ പരലോകത്ത് വലിയ ദറജകളിലേക്ക്, വലിയ സ്ഥാനമാനങ്ങളിലേക്ക് അവർക്ക് ഇതേ പരീക്ഷണങ്ങളിലൂടെ ബിതൗഫീഖില്ല എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ കാരണം, ആ കാരണമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ചക്കെടുക്കുന്നത്. പരീക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കടന്നു വരാനുള്ള രണ്ടാമത്തെ കാരണം ജീവിതത്തിലെ തിന്മകളാണ്, പാപങ്ങളാണ്. അള്ളാഹു അരുതേ എന്ന് പറഞ്ഞത്, അള്ളാഹു നമ്മോട് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സംഭവിക്കുന്നുവോ അത്രത്തോളം അതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നമ്മൾ നേരിടുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശൂറയിലെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, വമാ അസ്വാബക്കും മിൻ മുസീബ. നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ, ഒരു മുസീബത്തും, ഒരു പരീക്ഷണവും, ഒരു പ്രയാസവും നിങ്ങളെ ബാധിക്കുന്നില്ല. ഫബിമാ കസബത്ത് ഐദീക്കും. എങ്ങനെയല്ലാതെ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് അപ്രകാരം പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത്. അഥവാ മനുഷ്യൻ്റെ ചെയ്തികളാണ്, മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളാണ്, തിന്മകളാണ് പലപ്പോഴും മനുഷ്യൻ്റെ പ്രതിസന്ധികൾക്ക്, പരീക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് എന്ന വലിയ ഒരു രഹസ്യമാണ്, അടിസ്ഥാനമാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള പരിഹാരമെന്താണ്? പാപങ്ങൾ വെടിഞ്ഞ് വന്നുപോയ തിന്മകളിൽ നിന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, തൗബ ചെയ്യുക
ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്യേണ്ട പരിഹാരമായി, മരുന്നായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് അദ്ദേഹം ആവലാതി പറഞ്ഞു, വരൾച്ചയാണ്, വെള്ളമില്ല, പ്രയാസപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ ഈ പരീക്ഷണത്തിന്, ഈ പ്രതിസന്ധിക്ക് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത പരിഹാരമാർഗം ഇസ്തഗ്ഫിരില്ല, അള്ളാഹിനോട് നീ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. അള്ളാഹുവേ, എൻ്റെ പാപം പുറത്തു തരണേ എന്ന് നീ പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അദ്ദേഹം പോയി. മറ്റൊരാൾ വന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രയാസം, പ്രതിസന്ധി, എനിക്ക് കുട്ടിയില്ല, താങ്കളൊന്ന് പ്രാർത്ഥിക്കണം. ഇമാമിൻ്റെ മറുപടി ഇസ്തിഗ്ഫിരില്ല, താങ്കൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ വ്യക്തി വന്നു. അദ്ദേഹം പറഞ്ഞു, ദാരിദ്ര്യമാണ്, പ്രയാസങ്ങളാണ്, സമ്പത്തില്ല. ആ ആവലാതിക്കുമുള്ള മറുപടി ഇസ്തഗ്ഫിരില്ല, താങ്കൾ അള്ളാഹുവിനോട് പൊറുക്കലിൽ ചോദിക്കുക. ഇങ്ങനെ വ്യത്യസ്ത പ്രശ്നങ്ങളുമായി ഇമാം ഹസനുൽ ബസരി എന്ന വലിയ മഹാപണ്ഡിതൻ്റെ അരികിൽ വന്ന വ്യക്തികളോടൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പരീക്ഷണങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരമാർഗം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ആളുകൾ വരുന്നതും ഇദ്ദേഹം നൽകുന്ന പരിഹാരമാർഗങ്ങളൊക്കെ കേൾക്കുന്ന ഒരാൾ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താണ് വ്യത്യസ്ത പ്രശ്നങ്ങൾ പറയുന്ന, വ്യത്യസ്ത പരീക്ഷണങ്ങൾ അത് ആവലാതിയായി ബോധിപ്പിച്ച വ്യക്തികളോട് ഒരൊറ്റ പരിഹാരം ഇസ്തിഗ്ഫാർ താങ്കൾ പറയാൻ കാരണം എന്താണ്? ആ സന്ദർഭത്തിൽ അദ്ദേഹം നൽകിയ മറുപടിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. മാ ഖുൽതു മിൻ ഇൻദി ശൈഅ, ഞാൻ എൻ്റെ വകയായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു ഫീ സൂറത്തി നൂഹ്, സൂറത്തു നൂഹിൽ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താ നൂഹ് നബി പറഞ്ഞത്? ഖുൽതു, ഞാൻ ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു. ആരോട്? മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഖുൽതു ഇസ്തഗ്ഫിറൂ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം, പൊറുക്കലിനെ തേടണം. ഇന്നഹു കാന ഗഫാറ, അവൻ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ നിങ്ങൾക്കുള്ള നേട്ടം അള്ളാഹു നിങ്ങൾക്ക് മഴ നൽകും. മഴയില്ല എന്നുള്ളതാണ് ഒരാളുടെ പരാതി, അതിനുള്ള പരിഹാരം ഇസ്തിഗ്ഫാറാണ്. വയുംദിദുകും ബി അംവാലിം വബനീൻ, നിങ്ങൾക്ക് അള്ളാഹു സമ്പത്തും സന്താനങ്ങളും നൽകി നിങ്ങളെ റബ്ബ് സഹായിക്കും. എന്ത് ചെയ്താൽ? ഇസ്തിഗ്ഫാർ ചെയ്താൽ. ഒരാളുടെ പരാതി സമ്പത്തില്ല, ദാരിദ്ര്യമാണ് എന്നതായിരുന്നു. ഒരാളുടെ പരാതി എനിക്ക് കുട്ടികളില്ല എന്നുള്ളതായിരുന്നു. രണ്ടും ഇസ്തിഗ്ഫാറിലൂടെ ലഭിക്കുമെന്നുള്ളത് ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, അള്ളാഹു നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും നൽകുന്നതാണ്. അപ്പോൾ കേവലം ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നിസ്സാരമായൊരു സംഗതിയല്ല. ജീവിതത്തിലെ പാപങ്ങൾ കൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും കടന്നു വരുമെന്നുള്ളത് ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ് എങ്കിൽ ആ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഇല്ലാതാക്കാനുള്ള പരിഹാരമായി മനസ്സറിഞ്ഞ നിഷ്കളങ്കമായ തൗബയെ, മനസ്സറിഞ്ഞ ഇസ്തിഗ്ഫാറിനെ വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ, പരിചയപ്പെടുത്തി തന്ന
ഒരുപാട് പ്രാർത്ഥനകളിൽ നമ്മുടെ നിസ്കാരത്തിൽ ദുആകളിലൊക്കെ ഇസ്തിഗ്ഫാറുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള സമയത്തൊക്കെ ഇസ്തിഗ്ഫാറുണ്ട്. പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലൊക്കെ ഇസ്തിഗ്ഫാറുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ എത്രത്തോളം ചൊല്ലുന്നുണ്ട്, ചൊല്ലുന്നവർ തന്നെ എത്രത്തോളം മനസ്സറിഞ്ഞ് ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് എന്ന മാനസികാവസ്ഥയോടെ നമ്മൾ എത്ര പേർ ചൊല്ലുന്നുണ്ട് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് വർദ്ധിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും. ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇല്ലാതാകാനുള്ള കാരണമായി നമുക്ക് ഇസ്തിഗ്ഫാറിനെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. സമാധാന ജീവിതം നേടിയെടുക്കാൻ ഉതകുന്ന വീഡിയോകളാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അല്ലാഹു എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.